ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈഡ് ലൈൻ ഫുട്ബോൾ. ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഇങ്ങനെ അവസാനിക്കാറായി നിൽക്കുമ്പോഴാണ് പ്രീമിയർ ലീഗിൽ മറ്റൊരു യങ് പ്ലെയറിൻ്റെ ട്രാൻസ്ഫറിനെ കുറിച്ചുള്ള റൂമേഴ്സും ചർച്ചകളും വരുന്നത്. രണ്ട് പ്രീമിയർ ലീഗ് ക്ലബ്സാണ് ഈ ഒരു താരത്തിൻ്റെ പിറകെ ഉള്ളത്. 18 വയസ്സ് മാത്രം പ്രായമുള്ള നോർവീജിയൻ ഫുട്ബോളർ സിവിയർ നിപ്പാനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ നോർവീജിയൻ ലീഗിലെ റോസൻബോർഗ് എന്ന ക്ലബിലാണ് താരം ഇപ്പോൾ കളിച്ചു വരുന്നത്. സോ 2022 ഈ ഒരു താരം 15 വയസ്സും 10 മാസം ഉള്ളപ്പോഴാണ് റോസൻബർഗിന് വേണ്ടി ഫസ്റ്റ് ടീമിൽ നോർവീജിയൻ ലീഗിൽ ഇറങ്ങിയിരുന്നത്. അങ്ങനെ തന്നെ റോസൻബർഗിൻ്റെ യങ്ങസ്റ്റ് സ്റ്റാർട്ടർ ആവുകയാണ് ഈ ഒരു താരം. പിന്നെ തൊട്ടടുത്ത വർഷം 2023 16 വയസ്സിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം റോസൻബർഗിന് വേണ്ടി ഗോൾ നേടുന്നതും റോസൻബർഗിൻ്റെ ലീഗിലെ യങ്ങസ്റ്റ് ഗോൾ സ്കോററും ആവുന്നു. സോ ഇപ്പോൾ തന്നെ ഓൾറെഡി 53 മത്സരങ്ങൾ നോർവീജിയൻ ലീഗിൽ ഈ ഒരു പ്ലെയർ കളിച്ചു കഴിഞ്ഞു. അവിടെ തന്നെ 13 ഗോളും 8 അസിസ്റ്റും താരത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നോർവീജിയൻ നാഷണൽ അണ്ടർ-21 ടീമിൻ്റെ കീഴിലും 4 മത്സരങ്ങൾ ഈ താരം ഓൾറെഡി കളിച്ചു കഴിഞ്ഞു. അറൗണ്ട് 60 ഫസ്റ്റ് ടീം മാച്ചസ് ഈ താരത്തിന് ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ കിട്ടിക്കഴിഞ്ഞു. അത്ര എക്സ്പീരിയൻസ് താരത്തിൻ്റെ ബെൽറ്റിൽ അണ്ടർലിപ്പ് ഉണ്ട് എന്നുള്ളതാണ്. സോ ഈ താരത്തിൻ്റെ പൊസിഷൻ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡറാണ്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കളിക്കാൻ കഴിയുന്ന ഒരു താരമാണ്. ഫാൾസ് 9 ആയിട്ട് കളിച്ചിട്ടുണ്ട്. സെൻറ്റർ ഫോർവേഡായിട്ട് വരെ റോസൻബർഗിൽ ഈ താരം പെർഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇനി ഈ താരത്തിൻ്റെ ഫേവറബിൾ ഫുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ഫുട്ടിലും ലെഫ്റ്റ് ഫുട്ടിലും അത്യാവശ്യം ബാലൻസിങ് ആയിട്ട് അത്യാവശ്യം സ്ട്രെങ്ത് കാണിക്കാൻ കഴിവുള്ളൊരു പ്ലെയറാണ്. സോ അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് തന്നെയാണ്. ആൻഡ് താരത്തിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് പാസിങ് എബിലിറ്റി തന്നെയാണ്. നല്ല രീതിയിൽ പ്രോഗ്രസീവായിട്ട് പാസുകൾ വെക്കാനായിട്ട്, അതും സ്മാർട്ട് പാസസ് വെക്കാനുള്ള നല്ല ഫുട്ബോളിംഗ് ഐക്യമുള്ള ഒരു പ്ലെയർ തന്നെയാണുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ലെഫ്റ്റ് ഹാഫ് ചാനലിലൂടെ പന്ത് നന്നായിട്ട് പ്രോഗ്രസീവായിട്ട് മുന്നേറാനായിട്ട് കഴിവുള്ളൊരു താരമാണ്. സോ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയും ആഴ്സണലും ആണ് ഈ ഒരു താരത്തിൻ്റെ പിറകെ ഉള്ളത്. അറൗണ്ട് 12 മില്യൺ യൂറോസാണ് റോസൻബർഗിൽ ഈ താരത്തിൻ്റെ വാല്യുവേഷൻ വരുന്നത്. സോ ഇപ്പോൾ ലാസ്റ്റ് കിട്ടുന്ന അപ്ഡേറ്റ്സ് അനുസരിച്ചാണെങ്കിൽ ഫെബ്രീസ് റൊമാനോ പറയുകയുണ്ടായി ഈ താരം മാഞ്ചസ്റ്ററിലേക്ക് വന്നിരുന്നു. മാൻ സിറ്റിയിലെ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ വീക്ഷിക്കാനും അതേപോലെ അവരുടെ പ്രൊജക്റ്റ് കേൾക്കാനും എത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ സിറ്റി വേഴ്സസ് ചെൽസി മത്സരത്തിലും ഇദ്ദേഹം സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്നു, ഇനി അറ്റൻഡൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഡേവിഡ് ഓസ്റ്റൈൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ആഴ്സണലിന് തന്നെയാണ് ഇപ്പോഴും സാധ്യത കൂടുതൽ. ആഴ്സണലാണ് കുറച്ചും കൂടി ചർച്ചകളിൽ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. സോ ഇനി അറിയാനുള്ളത് താരത്തിൻ്റെ തീരുമാനം എന്നുള്ളതാണ്. താരം ഇതുവരെ ഇത്ര കോൺക്രീറ്റ് ആയിട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും പുറത്തു വിട്ടിട്ടുണ്ടായില്ല. കുറച്ച് കാലങ്ങൾ മുമ്പ് ഒരു നോർവീജിയൻ പോഡ്കാസ്റ്റിൽ താരം പറയുകയുണ്ട് റെഡ് ഡെവിൾസിന് വേണ്ടി കളിക്കുന്നത് തൻ്റെ സ്വപ്ന സാക്ഷാത്കാരമായിരിക്കും എന്നൊക്കെ. പക്ഷേ ആസ് ഓഫ് നൗ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഈ ഒരു ചർച്ചയിൽ യാതൊരു റോളും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. സോ അതേപോലെ ആസ്റ്റൺ വില്ലയുടെ കാര്യം പറയുന്നുണ്ട്. ആസ്റ്റൺ വില്ലയും ഈ താരത്തിന് മുന്നിൽ പ്രൊജക്റ്റ് പ്രസൻറ്റ് ചെയ്യാൻ നോക്കുന്നു എന്നും കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ലീഡിങ് റേസിൽ നിൽക്കുന്ന സിറ്റിയും ആഴ്സണലാണ്. അതിനകത്ത് ആഴ്സണൽ ഒരു പൊട്ടിക്ക് മുകളിലാണ് എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ട്സ് പറയുന്നത്. ഈ പ്ലെയറിന് അറൗണ്ട് 183 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. അതായത് 6 അടിക്ക് മേലെ ഉയരമുണ്ട് ഈ പ്ലെയറിന് ഇപ്പോൾ തന്നെ. ഫിസിക്കലി നന്നായിട്ട് സ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്ന പ്ലെയറാണെന്നുള്ള നോർവീജിയൻ ലീഗിൽ പ്രൂവ് ചെയ്ത താരമാണിത്. അതേപോലെ തന്നെ സ്റ്റിൽ ഗ്രോയിങ് സ്റ്റേജിലാണ് പ്ലെയർ, വളരെ യങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. സോ ഇനിയിപ്പോൾ ആഴ്സണലിലേക്ക് ഈ ഒരു പ്ലെയർ കടന്നു വരികയാണെങ്കിൽ മറ്റൊരു മാർട്ടിൻ ഒഡെഗാർഡിനെ ആഴ്സണൽ സീൽ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് പാസസ് വെക്കാനും ക്രിയേറ്റീവായിട്ട് പ്രോഗ്രസ് ചെയ്യാനും കഴിവുള്ള ഒരു പ്ലെയറിന് ഇപ്പോൾ മാർട്ടിൻ ഒഡെഗാർഡ് പോലൊരു പ്ലെയർ മാറി നിന്നപ്പോൾ ആഴ്സണലിൻ്റെ ക്രിയേറ്റീവ് ദാരിദ്ര്യം ഈ സീസണിൽ തന്നെ കണ്ട ഒരു കാര്യമാണ്. സോ ഒരുപാട് പോയിന്റ്സ് നഷ്ടപ്പെടുന്നു. ടൈറ്റിൽ റേസിൽ തന്നെ വളരെ ഹാനികരമായിട്ട് ആഴ്സണലിന് ആ ഒരു സമയം ബാധിച്ചതാണ്. സോ അതിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു ഫ്യൂച്ചർ ബാക്കപ്പായിട്ട് നിപ്പാനൊക്കെ ഈ സിവിയർ നിപ്പാൻ എന്ന് പറയുന്ന പ്ലെയറെ കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു സീസണിൽ തന്നെ പ്ലെയറിനെ ഫസ്റ്റ് ടീമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താലും മേജർ പ്ലേയിങ് പ്ലാൻസിലൊന്നും പ്ലെയറിന് വലിയ റോൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. ഒരു ഫ്യൂച്ചർ പ്രോസ്പെക്റ്റ്, ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഈ ഒരു പ്ലെയർ ആഴ്സണലിലേക്ക് കടന്നു വരിക. പിന്നെ ഈ പ്ലെയർ ഈ ഒരു സമയത്ത് കടന്ന് കൂടുമാറാനുള്ള ചാൻസ്, റോസൻബർഗിൽ നിന്നും പ്രീമിയർ ലീഗിലേക്ക് ഒരു കൂടുമാറാനുള്ള ചാൻസും കൂടുതലാണ്. കാരണം ഇപ്പോൾ പ്രീമിയർ ലീഗിൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ആണെങ്കിലും നോർവീജിയൻ ലീഗിൽ ഇപ്പോൾ ഓഫ് സീസൺ ആണ് നടക്കുന്നത്. അവരുടെ ലീഗിൻ്റെ ടൈം എന്ന് പറയുന്നത് മാർച്ച് അവസാനം സമയത്ത് സ്റ്റാർട്ട് ചെയ്ത് ഡിസംബർ ആകുമ്പോൾ അവസാനിക്കുന്ന കൈൻഡ് ഓഫ് ടൈം പീരീഡാണ് അവരുടെ. സോ ഇപ്പോൾ അവിടെ നോർവേയിൽ ഓഫ് സീസണാണ്. സോ പ്ലെയർ കൂടുമാറാനുള്ള ചാൻസ് 18 വയസ്സ് എത്തിയത് കൊണ്ടും കൂടുമാറാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇനി പ്ലെയറിൻ്റെ തീരുമാനം അനുസരിച്ചിരിക്കും സിറ്റിയിലേക്കാണോ ആഴ്സണലിലേക്കാണോ എന്നുള്ളത്. പക്ഷേ പുറത്തു വരുന്ന റൂമേഴ്സ് പ്രകാരം ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ആഴ്സണൽ ചിലപ്പോൾ ഈ പ്ലെയറിൻ്റെ ഡീൽ സീൽ ചെയ്യും എന്നാണ് കേൾക്കുന്നത്. നിപ്പാൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കോമ്പറ്റീഷനിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിലും സിറ്റി ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അവരുടെ 4ാമത്തെ സൈനിങ്ങും നടത്തി എന്നുള്ളതാണ്. സിറാലിയോണെ ഡിഫൻഡറായ ജുമ ബാ
എന്ന യങ് ഡിഫൻഡറിനെയാണ് അവർ സൈൻ ചെയ്തിരിക്കുന്നത്. സോ റിയൽ വാലഡോലിഡിൽ നിന്നാണ് ഈ ഒരു പ്ലെയറിനെ സിറ്റി എത്തിച്ചത്. പക്ഷെ പ്ലെയർ സിറ്റിയുടെ കൂടെ ഈ സീസണിൽ ബാക്കി ഉണ്ടാവുകയില്ല. പകരം RC ലെൻസിലേക്ക്, ഫ്രഞ്ച് സൈഡായ RC ലെൻസിലേക്ക് ലോണിൽ പ്ലെയറിനെ അയക്കുകയാണ്. അവിടെ നിന്നാണ് അവർ ക്യൂസനോവിനെ കൊണ്ടുവന്നത്. സോ ഒരു പരസ്പര ധാരണ പോലെ ലോണിൽ ഈ സീസൺ ബാക്കി കളിക്കാനായിട്ട് ഈ പ്ലെയറിനെ ലെൻസിലേക്ക് സിറ്റി വിടുകയാണ്. സോ ഈ ഒരു സൈനിങ്ങിൽ കുറച്ച് കോൺട്രവേഴ്സി പറഞ്ഞു കേൾക്കുന്നുണ്ട്. സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജുമ ബാ എന്ന് പറയുന്ന ഒരു പ്ലെയർ സിറലിയോണെ സൈഡായ AIK ഫ്രീടോങ്ങിൽ നിന്നാണ് ലോണിലാണ് റിയൽ വാലഡോലിഡിലേക്ക് വന്നത്. സോ അതിനുശേഷം ലോൺ പീരീഡ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ നടത്തി ഈ ജനുവരിയിൽ താരം റിയൽ വാലഡോലിഡായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. പക്ഷെ അതിന് ശേഷമാണ് താരം പറയുന്നത് സിറ്റിക്ക് തൻ്റെ മേലൊരു കണ്ണുണ്ടെന്ന്. സോ താരം അലമ്പാൻ തുടങ്ങി. ട്രെയിനിങ്ങിനൊക്കെ ഇറങ്ങാതിരിക്കുന്ന സാഹചര്യമൊക്കെ വന്നു. അവസാനം ഏജൻറ്റ് മുഖേന കോമ്പൻസേഷൻ ഫീ കൊടുത്ത് കോൺട്രാക്റ്റ് ബ്രേക്കിംഗ് ഫീ കൊടുത്താണ് താരം സിറ്റിയിലേക്ക് ചെന്നത്. സോ റിയൽ വാലഡോലിഡ് അത്യാവശ്യം കലിപ്പിലാണ് സിറ്റിയോട്. ബട്ട് എനിവേ സിറ്റി അവരുടെ ഈ സീസണിൽ തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ 3ാമത്തെ ഡിഫൻഡറിനെയും സൈൻ ചെയ്തു എന്നുള്ളതാണ്. പ്രീമിയർ ലീഗിലെ മറ്റുള്ള ട്രാൻസ്ഫർ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസിയുടെ ക്രിസ്റ്റഫർ എൻകുക്കുവിനെ ഒരു ലോൺ ഡീലിൽ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ എത്തിക്കാൻ നോക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി റാഷ്ഫോർഡിൻ്റെയും ഗർനാച്ചോൻ്റെയും കാര്യങ്ങൾ തീരുമാനമായിട്ടില്ല യുണൈറ്റഡിൽ. റാഷ്ഫോർഡിന് എങ്ങനെയായാലും ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ പുറത്ത് ചാടിയേ പറ്റുള്ളൂ. റൂബൻ അമോറിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഡേ ബൈ ഡേ മോശമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. സോ ഇപ്പോൾ റാഷ്ഫോർഡിൽ ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് ബാഴ്സലോണ മാത്രമാണ്. പക്ഷേ അവർക്കും അവരുടേതായ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. അവരുടെ അൻസു ഫാറ്റി ടീം വിട്ട് പോകാൻ കൂട്ടാക്കാത്തത് അവർക്കൊരു വെല്ലുവിളിയാണ്. ഹാൻസി ഫ്ലിക്കിന് കീഴിൽ അൻസു ഫാറ്റിക്ക് വലിയ റോളൊന്നും ഇല്ലാന്ന് ഏറെക്കുറെ പ്രൂവ് ആയതാണ്. പക്ഷെ താരം വിട്ടുപോകാൻ റെഡി ആയിട്ടില്ല. സോ അതാണ് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നിൽക്കുന്നത്. എന്തായാലും ട്രാൻസ്ഫർ വിൻഡോവിൻ്റെ അവസാന സ്റ്റേജിലേക്കായിരിക്കും റാഷ്ഫോർഡ് ഡീൽ ടു ബാഴ്സ നടക്കാൻ ചാൻസ് ഉള്ളൂ. ഇനി ഗർനാച്ചോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നെപ്പോളി ടോക്സ് റീസ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് റൂമേഴ്സ് വരുന്നുണ്ട്. അവർ ഓൾറെഡി ബൊറൂസിയയിലെ കരീം അഡിയമേനെയും നോക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ഗർനാച്ചോയുടെ ടോക്സ് ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ആർസണലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രൈക്കറിനുള്ള തേടൽ ഇപ്പോഴും ആർസണലിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ സ്ട്രോങ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും വന്നിട്ടില്ല. ഇപ്പോൾ കേൾക്കുന്ന ഡ്യൂസാൻ വ്ലാഹോവിച്ചിൻ്റെ പേര് അഗെയിൻ ഉയർന്നു കേൾക്കുന്നുണ്ട്. കാരണം കോലോമാനി വന്നതിന് ശേഷം യുവൻറ്റസിൽ തിയാഗോ മോട്ട വ്ലാഹോവിച്ചിനെ തഴഞ്ഞ മട്ടാണെന്നാണ് റിപ്പോർട്ട്സ് ഇറ്റലിയിൽ നിന്ന് വരുന്നത്. കാരണം ഇപ്പോൾ നെപ്പോളിയായിട്ട് നടന്ന മത്സരത്തിൽ കോലോമാനിനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, വ്ലാഹോവിച്ചിനെ ബെഞ്ച് ചെയ്യാണ് ചെയ്തത്. സോ ഒരുപാട് എക്സ്പെർട്സ് പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും കാര്യങ്ങളും. സോ വ്ലാഹോവിച്ചും ഒരു എക്സിറ്റ് നോക്കുകയായിരിക്കും. സോ അവിടെയാണ് ആർസണൽ സാധ്യത കാണുന്നത്. അറൗണ്ട് 50 മില്യൺ പൗണ്ട്സ് ഒക്കെ പൊട്ടിക്കേണ്ടി വരും ഈ ഒരു സാഹചര്യത്തിൽ. സോ അതിന് ആർസണൽ തയ്യാറാകുമോ എന്നുള്ളതാണ്. ഇപ്പോൾ സെസ്കോയും അലക്സാണ്ടർ ഐസക് പോലുള്ള പ്ലേയേഴ്സ് എല്ലാം സമ്മറിലേക്ക് മാത്രം കിട്ടാനേ ചാൻസ് ഉള്ളൂ. സോ മേ ബി വ്ലാഹോവിച്ചിന് വേണ്ടി ഈ ജനുവരി ട്രാൻസ്ഫറിനെ തന്നെ ആർസണൽ പോകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. വൂൾസിൻ്റെ ക്യൂനയുടെ ഓപ്ഷൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ വൂൾസ് ആ താരത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അവരുടെ ഫോം ഇച്ചിരി ഡൗൺ ആയി നിൽക്കുന്ന സമയത്തിൽ അവരുടെ ഒരു പ്രോമിനൻറ്റ് പ്ലെയറിനെ വിട്ടുതരാൻ വൂൾസും തയ്യാറാവണമെന്നില്ല. സോ ഇതൊക്കെയാണ് പ്രീമിയർ ലീഗിൽ നിന്ന് പറയുന്ന മറ്റ് വിശേഷങ്ങൾ. അതേപോലെ വേറെ 2 റൂമേഴ്സ് കേട്ടത് ജോർജീനയുടെ ഭാഗത്തു നിന്നാണ്. ആർസണലിൻ്റെ ഫ്ലമംഗോ ഈ താരത്തിന് വേണ്ടി ഈ താരത്തിൻ്റെ സർവീസിന് വേണ്ടി മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. 6 മാസം കൂടിയാണ് ജോർജിനോയ്ക്ക് ആർസണലിൽ ഇനി കോൺട്രാക്റ്റ് ഉള്ളൂ. സോ മേ ബി അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് പുതുക്കാൻ ചാൻസ് ഉണ്ടോ എന്നറിയില്ല. പക്ഷേ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തായാലും താരത്തിനെ പറഞ്ഞു വിടാൻ ചാൻസ് ഇല്ല. കാരണം പ്ലെയേഴ്സിൻ്റെ അവൈലബിലിറ്റി മിക്കൽ അർട്ടറ്റയ്ക്ക് ഒരു തലവേദനയാവും ചിലപ്പോൾ ഈ ഒരു പ്ലെയർ കൂടി പോയി കഴിഞ്ഞാൽ. ആൻഡ് അതുപോലെ സിഞ്ചക്കോ, ലെഫ്റ്റ് ബാക്കായ സിഞ്ചക്കോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് പുറകെ ഇപ്പോൾ ബൊറൂസിയ ഡോർട്ട്മുണ്ട് ഓൾറെഡി ഉണ്ടായിരുന്നു. അതിൻ്റെ പുറകെ അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ പേരും കേൾക്കുന്നുണ്ട്. കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് വേറൊന്നും വന്നിട്ടില്ല. സോ ഇതൊക്കെയാണ് പ്രീമിയർ ലീഗിൽ നിന്നുള്ള നിലവിൽ കിട്ടുന്ന പുതിയ അപ്ഡേറ്റ്സ് എല്ലാം. ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. സോ അതുവരെ ദിസ് ഇസ് അലക്സ് ആൻഡ്രു സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.